ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. പായ്സ് FSK ആണ്. FSK മീഡിയയുടെ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിരിക്കുന്നത് ബേപ്പൂർ പോർട്ടിലാണ്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ലക്ഷറി ട്രിപ്പ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 300 രൂപയ്ക്ക് ലക്ഷറി ട്രിപ്പ് കടലിൽ ഇങ്ങനെ പോയി വരാം. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് പോയതൊക്കെ കണ്ടു. നല്ല അടിപൊളി ട്രിപ്പാണെന്ന് കണ്ടിട്ട് ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു കാലാവസ്ഥ മോശമായതുകൊണ്ട് ഒന്നല്ലെങ്കിൽ പുഴയിലായിരിക്കും അല്ലെങ്കിൽ കടലിലായിരിക്കും. കുഴപ്പമൊന്നുമില്ല, വലിയൊരു കുഴപ്പമൊന്നുമില്ല, കടലിലൊന്ന് പോയി നോക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാലും ഉറപ്പാക്കാം. എന്തായാലും ഭാഗ്യം പോലെ ഇരിക്കും, കടലിൽ തന്നെ കിട്ടട്ടെ ട്രിപ്പ്. 1 മണിക്കൂറോളം കടലിൽ ഇങ്ങനെ നല്ല ലക്ഷറി ട്രിപ്പായിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട്. ക്ലിയോപാട്ര എന്നാണ് ബോട്ടിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് 2 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഇനി 1:30ക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 1:30ക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എന്തായാലും 2 മണി വരെ പോസ്റ്റാണ്. അപ്പോൾ അതുവരെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാം. ഏതായാലും ഞാൻ 2 മണി വരെ പോസ്റ്റാണ്. അപ്പോൾ ചുമ്മാ ഇതിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കാറ്റുകൊണ്ടിരിക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കുള്ള ജങ്കർ ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബേപ്പൂർ പോർട്ടുള്ളത്. ബേപ്പൂർ പോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ പോർട്ടൊക്കെ കപ്പലുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കപ്പലല്ല, കണ്ടെയ്നേഴ്സൊക്കെ വന്ന് ഇറക്കുന്നുണ്ട്. ആ ടെർമിനലൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇവിടെ ടിക്കറ്റ് റേറ്റ് 300 രൂപയാണ്. ഇന്ന് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് 300 രൂപയാണ്. അല്ലെങ്കിൽ 250 രൂപയുള്ളൂ. മറ്റേ മൺഡേ ടു ഫ്രൈഡേ 250 രൂപയുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും വെള്ളമാണ്. ഇവിടുന്ന് നമ്മളിതൊരു അഴിമുഖമാണ്. അവിടുന്ന് ആ പുഴയിൽ നിന്ന് നേരെ വന്നിട്ട് കടലിലേക്ക് ചേരുകയാണ്. മഴയാണെന്നുണ്ടെങ്കിൽ നേരെ ലെഫ്റ്റിലോട്ട് വിടും, പുഴയിലോട്ട് വിടും. ഇനി മഴയല്ല എന്നുണ്ടെങ്കിൽ നേരെ റൈറ്റിലേക്ക് നേരെ കടലിലോട്ട് വിടും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജങ്കാർ വന്ന് പോകുന്നത് കാണാൻ കഴിയും. നമുക്ക് ജങ്കാറിൻ്റെ വീഡിയോസ് ഒക്കെ കാണാം. ഇവിടെ പോർട്ടാണ്. ഇത് കടലിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആ സൈഡ് കടലാണ്. ഇനി നമ്മൾ ക്യാമറ നേരെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നേരെ അങ്ങോട്ട് പോകും. അത് അങ്ങോട്ട് പുഴയാണ്. അവിടെ കാണുന്നത് നമ്മുടെ കണ്ടെയ്നറിൽ വന്നിട്ടുള്ള കണ്ടെയ്നർ ബോക്സുകളുണ്ട്. അതുപോലെ തന്നെ അവിടെയാണ് ജങ്കാർ സർവീസൊക്കെ നടത്തുന്നത്. ചാലിയ ഭാഗത്തേക്കുള്ള ജങ്കാർ സർവീസൊക്കെ നടത്തുന്നത് ആ ഭാഗത്താണ്. ടിക്കറ്റ് എടുത്ത് ഒരുപാട് നേരം കാത്തിരുന്ന് എന്തായാലും വെറുതെ ആയില്ല. നമ്മുടെ ക്ലിയോപാട്ര പോർട്ട് ഇവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. യാത്രക്കാരെല്ലാം ഓരോരുത്തരായിട്ട് അതിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും ടിക്കറ്റ് എടുത്ത് ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിനി ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഏകദേശം 2 മണിയായപ്പോൾ ഞങ്ങളെ ബോട്ട് എടുക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ബോട്ടിൽ കയറുന്നത് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ AC ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേറെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. നമുക്ക് കൂടും, ഒരു 50 രൂപ വെച്ച് കൂടും. അപ്പോൾ ഏകദേശം ബോട്ട് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അവർ എടുക്കാൻ നേരത്തെ അവർ പറഞ്ഞു കാലാവസ്ഥ വളരെ മോശമാണ്, എന്തായാലും അഴിമുഖം വരെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കാറ്റ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് തിരമാല കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് അഴിമുഖം വരെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പുഴയിൽ തന്നെ ആയിരിക്കും റൈഡ് ഉണ്ടാവുക. ഫറോക്ക് പാലം വരെ പോകുന്ന പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് അങ്ങനെ ആടി വലഞ്ഞ് പോകാം. ഒരു ലക്ഷറി ബോട്ടിന് വേണ്ടിയിട്ടുള്ള ഏകദേശം എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ക്ലിയോപാട്രയിലുണ്ട്. അതായത് ഹോം തിയേറ്റർ സൗകര്യമുണ്ട്, TV വിത്ത് ഹോം തിയേറ്ററാണ്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ ഇപ്പോൾ വീഡിയോസൊക്കെ പ്ലേ ആവുന്നത്. പിന്നെ ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അല്ലാതെ ചില്ലറ പാട്ടും കാര്യങ്ങളും ഇവിടെ കലാകാരന്മാരുണ്ട്. അതിന് പുറമെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പാട്ട് പാടാന്നൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് പാടാം. പിന്നെ കുറേ ഫൺ ആക്ടിവിറ്റീസും. പിന്നെ ഇന്ന് ശനി ഞായറൊക്കെ ആവുകൊണ്ട് ടിക്കറ്റിന് റേറ്റ് കൂടുതലാണ്. പക്ഷേ ആ ടിക്കറ്റിൽ തന്നെ അവരുടെ വക സ്നാക്സും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്തിട്ട് വാങ്ങാം. വാൻസ് ആൻഡ് ഷിപ്പിംഗ് സർവീസസ് ആണ് ഈ സർവീസ് ബേപ്പൂരിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. 20 സീറ്റുള്ള ലക്ഷറി AC ലോഞ്ചും 80 സീറ്ററുള്ള ഒരു ഓഡിറ്റോറിയം തിയേറ്റർ സൈഡ് സീറ്റിംഗ് അറേഞ്ചുമുള്ള ഈ വെസൽ ബേപ്പൂരിൽ നിന്നും പുറംകടലിലേക്ക് ഏകദേശം കാലിക്കറ്റ് തീരം വരെ പോയി വരുന്ന ഒരു ഓപ്പറേഷനാണ്. 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ക്രൂയിസ് ഫെറി സർവീസിൽ നിങ്ങൾക്ക് കോഴിക്കോട് കടലിൽ നിന്നും കാണാവുന്ന അവസരം ലഭിക്കുന്നതാണ്. എല്ലാവിധ സമുദ്ര സുരക്ഷാ നിയമങ്ങളും അനുസരിച്ചായിരിക്കും ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എല്ലാ ഉപകരണങ്ങളിലൂടെ മാത്രമേ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുകയുണ്ടാവും. എല്ലാ യാത്രക്കാരും തന്നെ അവരവരുടെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്ന വിധം ഞങ്ങളുടെ ഡെമോൺസ്ട്രേറ്റർ നിങ്ങൾ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സീറ്റിനടിവശത്തായി ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കപ്പലിൽ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ്. ഞങ്ങളുടെ പാസഞ്ചർ ഗേറ്റ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ക്ലിയോപാട്ര ബോട്ടിലെ ജീവനക്കാരെല്ലാം തന്നെ വളരെ നല്ല പെരുമാറ്റവും വളരെ നല്ല സഹകരണവുമായിരുന്നു. ഞാനൊരു വ്ളോഗറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ കൺട്രോൾ ക്യാബിനിലേക്ക് കയറുവാനുള്ള അനുവാദം അവർ തന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലിയോപാട്ര ബോട്ടിൻ്റെ കൺട്രോൾ ക്യാബിനാണ്. അതിലെ കൺട്രോളോട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം ബോട്ടിൻ്റെ യാത്രയെ പറ്റിയും ബോട്ടിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ബോട്ടിൻ്റെ കൺട്രോളിങ്ങിലായിരുന്നു. മുന്നോട്ട് നോക്കിയും അതിൻ്റെ കൺട്രോളിംഗ് എല്ലാം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത്. ഒരുപാട് നേരം ഞാൻ അവിടെ നിന്നില്ല. അത് കൺട്രോളർക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അദ്ദേഹം ബോട്ട് കൺട്രോൾ ചെയ്യുന്നൊരു തിരക്കിലായിരുന്നു. ഞാൻ ഒരുപാട് നേരം ഒന്നും അവിടെ ഇരുന്നില്ല.
കൺട്രോൾ ക്യാബിനിലൂടെ പുറത്തെ കാഴ്ചകളും കൺട്രോൾ റൂമിനകത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കണ്ട ശേഷം കൺട്രോളോടൊരു സലാം പറഞ്ഞ് ഞാൻ നേരെ കൺട്രോൾ റൂമിൻ്റെ പുറത്തിറങ്ങി. AC റൂം കഴിഞ്ഞ് വേണം കൺട്രോൾ ക്യാബിനിലേക്ക് പോകാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ AC ലോഞ്ച്. ഏകദേശം 15 മുതൽ 20 പേർക്ക് വരെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ AC ലോഞ്ചിൽ TV സൗകര്യവും ലഭ്യമാണ്. നമ്മുടെ നോർമൽ ലോഞ്ചിലുള്ളത് 80 സീറ്റുള്ള സൗകര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്തു പോകാൻ ഏറ്റവും കൂടുതൽ രസം നോർമൽ ലോഞ്ചിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. AC ലോഞ്ചിൽ ഇരിക്കുമ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയിലിരുന്ന് TV കണ്ടുകൊണ്ട് ഒരു യാത്ര ചെയ്യുന്ന അനുഭൂതിയായിരിക്കും ഉണ്ടായിരിക്കുക. നോർമൽ ലോഞ്ചിലാകുമ്പോൾ നമുക്ക് കാറ്റുകൊണ്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ഒരുപാട് രസകരമായ കാര്യങ്ങളും അതുപോലെ തന്നെ പരിപാടികളൊക്കെ അവിടുത്തെ ജീവനക്കാരെ അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മുടെ ട്രിപ്പ് 2 മണിക്കായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 3:30 ആയപ്പോൾ തിരിച്ചെത്തി. ഏകദേശം വണ്ടി എടുത്തപ്പോൾ 2:15-2:30 ആയി. എന്നാലും ഒരു 1 മണിക്കൂറുള്ള യാത്ര. എന്തായാലും ബോട്ടിങ് അടിപൊളിയാണ്. ഒരു ലക്ഷറി ട്രിപ്പ് തന്നെ. നമ്മൾ സാധാരണ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ബോട്ടിലാണ് യാത്ര ചെയ്യാറ്. ഇത് അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് കാണാം. അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ലക്ഷറിയാണ്. നമുക്ക് AC ലോഞ്ച് വേണമെങ്കിൽ AC ലോഞ്ച് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ എടുത്താൽ തന്നെ മതി. നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ രസം നോർമൽ എടുത്ത് യാത്ര ചെയ്യണം. പിന്നെ ഞാൻ പക്ഷേ അവർ കൺട്രോൾ റൂമിൽ കയറ്റി അവിടുന്ന് കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൽ പോകാൻ കഴിഞ്ഞില്ല. സോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. സോ ഫ്രണ്ട്സ്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് FSK മീഡിയ. ബൈ ബൈ.